ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോന് വൈറ്റമിൻ്റെ മരുന്ന് കൊടുക്കാനായിട്ട് അംഗൻവാടി വരെ പോവുകയാണ്. ഞാൻ എവിടെ പോയാലും ചേട്ടൻ്റെ അമ്മ എൻ്റെ കൂടെ കാണും കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ അധികം പോകാറില്ല. പക്ഷെ പോകുമ്പോൾ എൻ്റെ കൂടെ എന്ത് ചെയ്യും, ചേട്ടൻ്റെ അമ്മയും കാണും. നമ്മൾ അംഗൻവാടി കുറച്ച് നേരത്തെയാണ് വന്നത്. അപ്പോൾ അവിടെ കുറേ നേരം ഇരിക്കുകയുണ്ടായിരുന്നു. ആരും വന്നിട്ടില്ല, ടീച്ചർ പോലും വന്നിട്ടില്ല. എന്തോ ഭാഗ്യത്തിന് ഗേറ്റ് തുറന്ന് കിടന്നുകൊണ്ട് നമ്മളെന്ത് ചെയ്ത് അവിടെ തന്നെ അങ്ങനെ പോസ്റ്റായിട്ട് കുറേ നേരമായിരുന്നു. ഈ നേരം പോസ്റ്റ് ആയിരിക്കണ കണ്ടപ്പോൾ അമ്മയ്ക്കും ബോറടിച്ചു, മോനും ബോറടിച്ചു. പിന്നെ ഇതെങ്ങനെയായിരുന്നു, ഇതിപ്പോൾ കളിക്കുന്നതാണോ അമ്മ വെയിറ്റ് തൂക്കുന്നതാണോ എന്നാണ് എനിക്കൊരു ഡൗട്ട്. കാരണം അവർക്കിത് കൊണ്ട് തൂക്കാൻ പറ്റുന്നില്ലായിരുന്നേ. കാരണം അത് നല്ല വെയിറ്റ് ഉണ്ട്, അമ്മയെ കൊണ്ട് പറ്റുന്നില്ല. ലാസ്റ്റ് അവർ ഫാനിൽ അത് പൊക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് കളിക്കായിരുന്നു. പിന്നെ അത് അംഗൻവാടി വന്നു. ആൾക്കൊരു പേടി ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, അങ്ങ് കിടന്ന് കളി തന്നെയാണ്. കുറേ നേരം അങ്ങ് കിടന്ന് അങ്ങോട്ട് കളി ഇങ്ങോട്ട് കളി. പിന്നെ അവിടെ ഡോക്ടറിൻ്റെ കുറച്ച് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നേരം വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. എന്താ പറയുക, അവിടെ പ്രതിജ്ഞയും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മരുന്നൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നടന്നാണ് വന്നത്. വീട്ടിൽ നടക്കേണ്ട ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കുഞ്ഞു വഴിയിലൂടെയൊക്കെ ഇങ്ങനെയൊക്കെ നടന്ന് നമ്മൾ നേരെ പോകുന്നത് അംഗൻവാടിയുടെ തൊട്ടടുത്തുള്ള ചന്തയിലാണ് മീൻ വാങ്ങാൻ. എൻ്റെ പൊന്നു കർത്താവ്, ഞാൻ മീൻ വാങ്ങാൻ അമ്മയോടെ പോയതേ ഓർമ്മയുള്ളൂ. 1 മണിക്കൂറാണ് ആ കട മൊത്തം എന്നെ ചുറ്റിച്ചത്. ഈ മീൻ ഇഷ്ടപ്പെടും, ആ മീൻ ഇഷ്ടപ്പെടില്ല, വില കൊള്ളൂല, വിലയ്ക്ക് സഹായമില്ലെന്ന് പറഞ്ഞ് ആ മീനെല്ലാം കണ്ട് തപ്പി പൊന്നേ 1 മണിക്കൂർ അവിടെ കൂടെയൊക്കെ ചുറ്റി തുടങ്ങി. മീനൊക്കെ വാങ്ങിയിട്ട് വന്ന് നമ്മൾ എന്ത് ചെയ്തു, നേരെ അവിടെ നിന്നുള്ളൊരു ജ്യൂസ് കടയിൽ പോയി കുറച്ച് ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ട് ആൾ ഭയങ്കര അലമ്പായിരുന്നു, കരയാൻ തുടങ്ങി. എന്തിനാ, അവന് ആ മീനിൻ്റെ കവർ വേണം, കൊണ്ട് കിടക്ക്, നടക്കണ കാര്യമാണ്. പിന്നെ നമ്മൾ അടുത്തൂടെയൊക്കെ ഇങ്ങനെ നടന്ന് വന്നപ്പോൾ ഇത് നമ്മളവിടെ അടുത്തുള്ള വയലാണ്. ഒരുപാട് കൊക്കുകളിങ്ങനെ പറന്ന് പോണത് കണ്ട്. പിന്നെ കവർ കൊടുക്കാത്തതിൻ്റെ സങ്കടത്തിൽ ആൾ മുറുക്കം കൊണ്ട് നടന്നു. വരണ വഴിക്ക് അവന് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ജീപ്പ്. ഞങ്ങളുടെ റിലേറ്റീവിലൊരു ചേച്ചി കൊടുത്തതാണ്. അങ്ങനെ ദാണ്ടടാ നമ്മൾ വീടെത്തി. അവൻ്റെ മുറുക്കം കൊണ്ട് ആദ്യമേ ഞാൻ നടന്നു പോയി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ, ലവ് യു ഓൾ. ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബൈ.